മൂന്നാമത്തെ വിഷയം ഏതാ? ഖൽബ് ശുദ്ധല്ലാതെ സ്വർഗത്ത് കിടക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും അഭിമാനിക്കാൻ പറ്റില്ല. ഖൽബ് അത് ക്ലിയർ ആണോ എന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അതാണ് ഇതിൽ അത്ഭുതം. മലക്കുകൾക്ക് എഴുതി വെക്കാൻ കിട്ടാത്ത ഒരൊറ്റ വിഷയം ഇഖ്ലാസ് മാത്രമാണ്. ബാക്കിയൊക്കെ എഴുതി വെക്കും. മലക്കുകൾ നിസ്കരിച്ചിട്ടുണ്ട്, മുള്ളിൽ വേള് പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എഴുതി വെക്കും മലക്കുകൾ. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ? ഇത് മലക്കുകൾക്ക് എഴുതാൻ കിട്ടൂല. അള്ളാഹു കാണിച്ചു. അള്ളാഹു മാത്രം അറിയുന്ന വിഷയമാണ് ഇഖ്ലാസ്. അതുണ്ടെങ്കിലേ അള്ളാഹു നമ്മുടെ അമൽ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് പരലോകത്തേക്ക് എത്തിയാൽ ചില ആളുകൾ റബ്ബ് ക്വസ്റ്റ്യൻ ചെയ്യും. നീ മരിച്ചതേ നല്ല ധൈര്യവാനാണെന്ന് ആൾക്കാർ പറയാനല്ലേ? അതൊക്കെ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല. നീ പിന്നെ പഠിപ്പിച്ചു കൊടുത്തതേ വലിയ ആലിമാന്ന് പറയാനല്ലേ? അതൊക്കെ നാട്ടിൽ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല. നീ സ്വതക്ക കൊടുത്തതേ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആൾക്കാർ പറയാനല്ലേ? അതൊക്കെ നമ്മുടെ ഉത്തരദേശത്തിലും ധാരാളം നമ്മുടെ മലബാർ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുക. ശ്രദ്ധമാറാകട്ടെ. എന്റെ കാരണം എന്നറിയോ? സ്വതക്ക കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇഖ്ലാസ് ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് അവർ എഴുതിയിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം അല്ലാഹു ചോദിക്കൂല. ഇവിടെ ഇഖ്ലാസ് ഇല്ല എന്ന് റബ്ബ് തെളിയിക്കുകയാണ്. ഖൽബ് അല്ലാഹുവിനെ മാത്രം അറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും ഒരു വിഷയത്തിലും ആത്മാർത്ഥത ഉണ്ട് എന്ന് ഒരാൾക്ക് അഭിമാനിക്കാൻ പോലും പാടില്ലെന്ന്. അത് ഉണ്ടോ ഇല്ലെന്ന് പടച്ചോനല്ലേ അറിയുള്ളൂ. ഞാൻ ആത്മാർത്ഥമായി പറയാനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. ഒക്കെ ശരിയാണ്. ആത്മാർത്ഥത ഉണ്ടോ ഇല്ലെന്ന് പടച്ചോനെ അറിയുള്ളൂ. നമുക്ക് അവകാശപ്പെടാൻ പറ്റാത്ത സംഗതിയാണത്. അല്ലാഹുവിനെ അറിയുള്ളൂ. അല്ലാഹ് ഖൽബ് ശുദ്ധിയാക്കി തന്ന സ്വർഗം കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. സ്വർഗത്തിലേക്ക് പോകാൻ വരുന്ന ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും. പറയാം സദസ്സിൽ ആൾക്കാർ വരുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഈ നേരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അയാളുടെ രണ്ട് ചെരുപ്പും ഇടത് കൈയിൽ പിടിച്ചിട്ട് ഇപ്പൊ ഒരാൾ കടന്നു വരും. ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദർശനം നടത്തുക. സഹാബത്തൊക്കെ നോക്കാൻ തുടങ്ങി. ബാക്കിൽ ആരപ്പോ വരുന്നത്? വല്ലാണ്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് മുഴുവൻ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? അപ്പൊ ബാക്കിലുള്ള സ്വഹാബികളൊക്കെ നോക്കാൻ തുടങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കണ്ടു ഒരാളെ ഇടത് കൈയിൽ ചെരുപ്പം പിടിച്ചിങ്ങനെ കടന്നു വരുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ആ മനുഷ്യൻ വന്നിരുന്നു. അയാൾ അറിഞ്ഞിട്ടില്ല. സ്വഹാബത്തൊക്കെ അറിഞ്ഞു ഈ വന്ന ആള് സ്വർഗവാസിയാണ്. നബി തങ്ങളുടെ ദർസ് കഴിഞ്ഞു, വാഴ കഴിഞ്ഞു. സ്വഹാബത്തൊക്കെ പോയി. പിറ്റേ ദിവസം വാഴ നടക്കുക. അന്ന് നബി പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഈ നേരം നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട്. കയ്യിൽ ചെരുപ്പം പിടിച്ച് വരുന്നുണ്ട്. ഇന്നലെ വന്ന അതേ ആള് അന്നും കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും അത് തന്നെ സംഭവിച്ചു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടാൻ തീരുമാനിച്ചത്. എന്താണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഇയാളുടെ കയ്യിലുള്ളത് എന്ന് നോക്കാൻ. എന്തെങ്കിലും നബി പറയില്ലല്ലോ. എന്തെങ്കിലും കാര്യമായ അമൽ ഇയാളുടെ കൈ കൂടെ ഉണ്ടായിരിക്കും, ഈ സ്വഹാബിന്റെ കയ്യിലുണ്ടായിരിക്കുമല്ലോ. അതൊന്ന് പഠിച്ചെടുക്കണം. അതിന് പോയി വാപ്പയോട് എന്തോ ചെറിയ കശപിശ എന്തോ ഉണ്ട്, ചെറിയൊരു വിഷയം. അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ ഞാനും വാപ്പയും തമ്മിൽ ചെറിയൊരു വിഷയമുണ്ട്. ഇന്ന് രാത്രി കടന്നുറങ്ങാനൊരു സ്പേസ് കിട്ടുമോ വരയില്? അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ പോരെന്ന് പറഞ്ഞു. വന്ന് വീട്ടിൽ കടന്നു. ഇവരിങ്ങനെ ഉറങ്ങാതെ കാത്തിക്ക എത്ര റക്അത്ത തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് നോക്കാൻ. ഇവർ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടില്ല. സുബഹി ബാങ്ക് കൊടുക്കാനായി അല്പം മുമ്പ് എഴുന്നേറ്റു. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന പണി തന്നെയാണല്ലോ. എന്നാ പള്ളിക്ക് പോവല്ലേ? പോവാ. ജമാഅത്തിന് പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നു. ചായ കുടിക്കല്ലേ? ചായ കുടിച്ചു. എന്നാ പിന്നെ ഞാൻ ജോലിക്ക് പോവാ. നിങ്ങളോ? ഞാനും പോവാണ്. ജോലി പോയി. പിന്നെ ഇന്ന് രാത്രിയും കൂടെ നിൽക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ നിങ്ങൾ പോരി എന്ന് പറഞ്ഞു. വൈകുന്നേരം വന്ന് വീട്ടിലേക്ക്. അന്നും കടന്നുറങ്ങി. ഇദ്ദേഹം ഇങ്ങനെ ഉറക്കൊഴിച്ച് നോക്കുക. പടച്ചോനെ എന്തൊക്കെയാണ് നിസ്കാരം ഉണ്ടോ? ഒന്നു കൊടുക്കണ പാത്രത്തിന്റെ ഒച്ച കേൾക്കാനുണ്ടോ? രാത്രി എഴുന്നേറ്റ് വിളക്കത്തേക്കുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. സാധാ പോലെ ഒരു സാധാരണക്കാരന്റെ ജീവിതം. പക്ഷെ സുബഹിന്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റു, വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, വാങ്ക് കൊടുത്തു, വാങ്ക് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ പള്ളിയിലേക്ക് പോകുന്നു. അന്ന് നോമ്പുണ്ടോ? നോമ്പില്ല. സാധാ പോലെ തന്നെ. ഇതിപ്പോ എന്താ ഇപ്പൊ കഥ? പടച്ചോനെ, നബി തങ്ങൾക്ക് പിഴക്കൂലല്ലോ. നബി തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഇയാളും ഞാൻ തമ്മിൽ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ.
ഒന്നുകൂടെ നോക്കാൻ ചിലപ്പോൾ നാളെ ആയിരിക്കും കാര്യമായ ഇബാദത്ത്, പിന്നെ നാളെയും കൂടെ ആയിക്കോട്ടെ. മൂന്നാമത്തെ ദിവസവും നിന്നു ഇത് തന്നെയാണ് കഥ. നേരം മൊത്തം പറഞ്ഞു, പിന്നെ ഞാനും വാപ്പി തമ്മിൽ ഇങ്ങനെ പരമാറി കിടക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ വന്നതേ ഇങ്ങനെ നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ആളാ. 3 തവണ നബി പറഞ്ഞപ്പോഴും നിങ്ങൾ ആ വഴിക്ക് കടന്നു വന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കൂടെ കൂടിയത്. അദ്ദേഹം പറഞ്ഞു, അമ്മാഹുവദ, ആ കണ്ടത് എന്നെ എടുത്തുള്ളൂ, ഞാൻ പോവല്ലേ, എന്നാ പോട്ടെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. രണ്ടാളും പോയി കഴിഞ്ഞപ്പോ ഈ സഹാബി വിളിച്ചു, കൊണ്ടുവാ. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോഴേ എൻ്റെ ഖൽബിൽ ഒരു മനുഷ്യനോടും ഒരു വെറുപ്പുണ്ടാവാറില്ല. കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ എൻ്റെ ഖൽബിൽ ഒരാളോടും ഒരു ദേഷ്യം, ഒരു അസൂയ, ഒരു പകരം വീട്ടാൻ, ഒരു ദേഷ്യം, കണ്ടാൽ ഒരു അടി കൊടുക്കണം, ഈ ചിന്തയൊന്നും എൻ്റെ ഖൽബിൽ ഉണ്ടാവാറില്ല. ബാക്കി നിങ്ങൾ കണ്ട അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എൻ്റെ ഖൽബിൽ ഞാൻ ആരോടും വെറുപ്പ് വിചാരിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ എന്നും കിടന്നുറങ്ങാറുള്ളത്. നേരെ പോയി, നബിയെ അങ്ങ് പറഞ്ഞ ആളുടെ കൂടെ ഞാൻ കൂടി നോക്കിയിട്ടേ, ഇബാദത്തൊക്കെ ഞാൻ ചെയ്യുന്ന അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ഇയാൾ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഖൽബിന്റെ ഉള്ളിൽ ഒരാളോടും ഒരു ദേഷ്യവുമില്ല, അങ്ങനത്തെ ശുദ്ധമായ ഖൽബാണ് അയാളുടേതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സ്വർഗം കിട്ടാൻ കാരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമല്ലേ? ഖൽബ് ശുദ്ധിയാക്കാൻ. വെറും ദേഷ്യവും അസൂയയും, ഇതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അങ്ങോട്ട് കണ്ടൂടെ, ഇങ്ങോട്ട് കണ്ടൂടെ. എന്തൊക്കെ അവസാനം മരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. ഇവരുടെ തോളിലൊക്കെ കടന്നിട്ട് വേണം പോകാൻ ഖബറിലേക്ക്. പക്ഷേ ജീവിതകാലത്ത് മിണ്ടൂല, ജീവിതകാലത്ത് ദുൽമ ചെയ്യുക, ബുദ്ധിമുട്ടാക്കുക, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാം. ഇങ്ങനെ ഇടങ്ങാറാക്കി നടന്നിട്ട് എന്താ പിന്നെ കിട്ടാൻ പോകുന്നത്? സ്വർഗമാണ് നഷ്ടപ്പെടുന്നത്. ഖൽബ് ശുദ്ധിയാവൽ, ഹൃദയത്തിന്റെ ശുദ്ധി സ്വർഗ പ്രവേശനത്തിന്റെ കാരണമാണ്. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم. മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ കടന്നു വന്ന് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകൾ ത്വയ്യിബീന, ഹൃദയം ശുദ്ധമായ ആളുകളാണ്. അവരോടാണ് മാലാഖമാർ സലാമുൻ അലൈക്കും എന്ന് പറയുന്നത്. ഉദ്ഖുലുൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് കടന്നോളൂ. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സൽക്കർമ്മങ്ങൾക്ക് പകരം നിങ്ങൾക്ക് ഇതാ സ്വർഗം എന്ന് മാലാഖമാർ പറയുന്നവരുണ്ട്. ആരാണ് അവരെന്നറിയുമോ? ത്വയ്യിബീൻ, മനസ്സ് ശുദ്ധമായവരാണ്. നെഞ്ചത്ത് കൈവച്ചാണ് എല്ലാവരും. കൽബ് എവിടെ കിടക്കണ? ഇടത് ഭാഗത്തെന്നറിയാലോ. കയ്യൊന്ന് നെഞ്ചത്ത് വെച്ച് നോക്കി, കൽബോടെ ഇല്ലേ നോക്കി. ഖൽബ് ഇടതായത് കൊണ്ടാണ് നമ്മൾ കഅബയെ ഇടത്താക്കി ചുറ്റുന്നത്. കഅബയെ നമ്മൾ ഇങ്ങനെയാണ് ചുറ്റുക. കഅബ നമ്മുടെ ഇടതുവശത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ തവാഫ് ചെയ്യുക. കാരണം ഉലമാ പറയുന്നത് ഖൽബ് കഅബയിലേക്ക് ചേർന്ന് നിൽക്കട്ടെ. ഖൽബ് ഇവിടെയല്ല, ഖൽബ് ഇവിടെയാ. അപ്പൊ കഅബയോട് ഹൃദയം എടുത്തിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഖൽബ് അല്ലാഹുവിന് കൊടുക്കുക. ഇതൊരു മനോഹരം. ഖൽബ് ചിന്തിച്ചോളി, ആരോടും ദേഷ്യം വേണ്ട. ആറങ്ങാടിൽ ഇന്നത്തെ വാതിൽ തീരണം. നമ്മുടെ എല്ലാ ദേഷ്യവും വെറുപ്പും അസൂയൊക്കെ പുറത്തു കൊടുക്കാൻ തയ്യാറാണോ? എന്നാലും ഞാൻ മറ്റവന് പുറത്തു കൊടുക്കൂല എന്നല്ലേ, അന്ന് പറയാൻ പറ്റില്ല. ഇന്ന് പുറത്തു കൊടുത്തു, ഇന്ന് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു എല്ലാവർക്കും. കുറച്ചാൾക്കാരൊക്കെ ഇടങ്ങാറാക്കാൻ വേണ്ടേ? എപ്പോഴല്ലേ മാപ്പ് കൊടുത്ത കൂലിയിട്ടുള്ളൂ? കുറച്ചാൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞാലല്ലേ മാപ്പ് ചെയ്തു കൊടുക്കുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞ കൂലി കിട്ടണേ. കുറച്ചാളെ കൊണ്ട് അള്ളാഹു ചീത്ത പറയിപ്പിക്കുന്നത് അത് എല്ലാ നാട്ടിലും ഉണ്ടാവും, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. അതൊക്കെ അപ്പൊ എന്താ ചെയ്യാ? മാപ്പാക്കി കൊടുക്കുക. അഫ്വൻ, ഇതൊക്കെ ഞാൻ പുറത്തു തന്നു. അപ്പൊ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിമിഷം പുറത്തു കൊടുത്തോളി. അല്ലാഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും മാപ്പ്. ഇന്ന് കടന്നുറങ്ങുമ്പോൾ ആരോടും ദേഷ്യം കടന്നുറങ്ങണ്ട. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഈ നിമിഷം, അത് അടുത്ത 5 സെക്കൻഡിലേക്ക് പോലും മാറ്റണ്ട. ഇപ്പൊ ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു എല്ലാവർക്കും എന്ന് മനസ്സുകൊണ്ട് പറയുന്ന എല്ലാവരും. അത് ഞാൻ ഉദ്ദേശിച്ച് ബോധത്തോടുകൂടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയണം, വെറുതെ ഭംഗിവാക്ക് പറയല്ല. നെഞ്ചത്ത് കൈവച്ച് ഈ നേരം എല്ലാ വിശ്വാസിനികളോട് പരസ്പരം തോന്നിയിട്ടുള്ള അസൂയയും വെറുപ്പും ഒക്കെ മാപ്പ് ചെയ്തു കൊടുക്കും. നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്. പല അഭിപ്രായങ്ങളും പല പ്രശ്നങ്ങളും നമ്മൾ തമ്മിലൊക്കെ ഉണ്ടാവും. ഒക്കെ മാപ്പ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഇല്ലാത്ത ഒരു ലോകം കിട്ടൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തെ നമുക്ക് ജീവിക്കാൻ പറ്റും.
അതിൻ്റെ ഇടയിൽ ജീവിച്ചു പോകണം. കുറേ നന്മ പറയുന്ന ആളുകൾ, കുറേ ചീത്ത പറയുന്നവർ, കുറേ കളിയാക്കുന്നവർ, കുറേ പരിഹസിക്കുന്നവർ, ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു ലോകത്ത് കൂടെ തന്നെ നമുക്ക് ജീവിച്ചു പോകണം. അപ്പോൾ മാപ്പ് ചെയ്ത് കൊടുക്കും. മാപ്പ് ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ മറ്റൊരാളോട് ദേഷ്യവും വൈരാഗ്യം ഉണ്ടാവരുതേ. അത് നമ്മൾ ഇന്നത്തെ ദിവസം തീർന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചേക്കണം. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങളോട് വസിയാബക ഫതുഹിർ വറുജ്സ ഫഹ്ജുർ, നബിയെ നിങ്ങളുടെ വസ്ത്രം നന്നാക്കണം. വസിയാബക ഫതുഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധി വരുത്തണമെന്ന് സൂറത്തുൽ മുദ്ദസ്സിർ അല്ലാഹു പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, മുദ്ദസ്സിറായ നബിയെ നിങ്ങളുടെ വസ്ത്രം നന്നാക്കണം, വസ്ത്രം നിങ്ങൾ ശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞ വാക്കിന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ കൊടുത്തിട്ടുള്ള അർത്ഥം വജുംഹൂറുൽ മുഫസ്സിരീൻ മിനസ് സലഫി വമിൻ ബഅദിഹിം, സലഫ് സ്വാലിഹീങ്ങളും അവർക്ക് ശേഷം വന്ന എല്ലാ പ്രബലരായ മുഫസ്സിരീങ്ങളും അലാ അന്നൽ മുറാദ് ബിത്തിയാബി ഹാഹുനാ, വസ്ത്രം വൃത്തിയാക്കണമെന്ന് ഇവിടെ പറഞ്ഞ തിയാബ് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖൽബു, ഹൃദയം ശുദ്ധിയാക്കണമെന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ ജുംഹൂറുൽ മുഫസ്സിരീൻ കൊടുത്ത അർത്ഥം അതാണ്. വസ്ത്രം ഇസ്തിരിട്ട് നടന്നത് കാര്യമില്ല, വസ്ത്രം നല്ല വൃത്തിയാവണം, പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖൽബ് വൃത്തിയാക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. വസിയാബക ഫതുഹിർ, ഖൽബ് ശുദ്ധിയാവണ്ടേ. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, ഒരു ഫോട്ടോയോ നായയോ ഉള്ള വീട്ടിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ കടന്നു വരികയില്ലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്, ആ വീട്ടിലേക്ക് മാലാഖമാർ കടന്നു വരില്ല. എപ്പോ? ജീവികളുടെ ചിത്രം അവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചാൽ, അത് മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷിയാവട്ടെ, ജന്തുക്കളാവട്ടെ, ജീവനുള്ള ഒരു സാധനം, പ്രകൃതിയുടെ ഒരു മരക്കൊമ്പ്, ഒരു വൃക്ഷം, അല്ലെങ്കിൽ ഒരു സീനറി, ഒരു സൺസെറ്റ്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ജീവികളുടെ ചിത്രം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചു, അത് സ്വന്തം ഉപ്പാന്റെയോ വല്ലിപ്പാടെ ഫോട്ടോ വരെ ആയേക്കാം. അള്ളാഹിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് വരൂല. റഹ്മത്തിന്റെ മലക്ക് എന്നുള്ളൊരു വാക്ക് പണ്ടൊരാൾ മറന്നുപോയിരുന്നു. മൂപ്പര വാപ്പായുടെ റൂമിൽ മൊത്തം ചിത്രങ്ങളാണ്. ഈ ഒരു വേദ കേട്ടപ്പോൾ മലക്കുകൾ വരൂല എന്നാ കുട്ടി കേട്ടത്, ചെറുപ്പക്കാരൻ കേട്ടത്. എങ്ങനെ മലക്കുകൾ വരും? എൻ്റെ വാപ്പ മരിച്ചത് ആ റൂം കിടന്നിട്ടാ, മലക്കുൽ മൗത്തോടെ വന്നിട്ടുണ്ടല്ലോ. റഹ്മത്തിന്റെ മലക്ക് വരൂല എന്ന് പറഞ്ഞത്, കാരുണ്യത്തിന്റെ മലക്കുകൾ അവിടെ വരൂല. റൂഹ് പിടിക്കാതിരിക്കാൻ ഫോട്ടോ വെച്ച് ഇരിക്കണ്ട, റൂഹ് മലക്കുമത്തോടെ വരും. റഹ്മത്തിന്റെ മലക്ക് കിടക്കൂല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ രൂപങ്ങളുള്ള വീട്ടിലേക്ക് ചിത്രങ്ങൾ ഹാങ് ചെയ്ത്, എന്ത് ചിത്രങ്ങൾ എന്നാ? ജീവനുള്ള വസ്തുവിന്റെയോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ചിത്രങ്ങൾ ഹാങ് ചെയ്യപ്പെട്ട് കിടക്കുന്ന റൂമുകളിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാമ ഹുജ്ജത്തുൽ ഇസ്ലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, രൂപങ്ങളുള്ള വീട്ടിലേക്ക്, ചിത്രങ്ങൾ ഹാങ് ചെയ്ത് വെച്ച വീട്ടിലേക്ക് ജീവജാലങ്ങളുടെ പറഞ്ഞു, ആ വീട്ടിലേക്ക് മലക്കുകൾ കടന്നു വരില്ല എന്ന് പറഞ്ഞാൽ അസൂയയും കിബറും അഹങ്കാരവുമുള്ള ഖൽബ് എന്ന വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നൂർ, പ്രകാശം എങ്ങനെയാണ് കടന്നു വരിക? എങ്ങനെയാണ് പിന്നെ ഇൽമു ഉപകാരപ്പെടുക? ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഖുർആൻ ഫലം ശ്രദ്ധിക്കുക? ഖൽബിന്റെ ഉള്ളിൽ ദേഷ്യമാണ്, ആരോടൊക്കെയോ വെറുപ്പാണ്, അസൂയയാണ്, പകയാണ്, വൈരാഗ്യമാണ്. ഇങ്ങനെ ഹൃദയം മലിനമായാൽ അവിടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രകാശം ഉണ്ടാകും. വരില്ലല്ലോ. റൂമിലേക്ക് മലക്ക്, റഹ്മത്തിന്റെ മലക്ക് വരൂല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖൽബിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാ വരിക? അതുകൊണ്ട് ഖൽബ് ശുദ്ധിയാക്കണ്ടേ. വല്ലാത്തൊരു വാക്കാണത്, അർത്ഥഗർഭമായൊരു പ്രയോഗമാണത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ടാണ് ഇന്നമൽ മുശ്രികൂന നജസുൻ, അല്ലാഹുവേതര ദൈവങ്ങൾ ആരാധിക്കുന്നത് നജസുൻ, ഇംപ്യൂർ, അശുദ്ധമാണ് അവരെന്ന് ഖുർആൻ പറയാൻ കാരണം അവർ നമ്മളെക്കാളും കുളിച്ച്, അവരൊക്കെ നല്ല മുത്തും അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള മാലകൾ അണിഞ്ഞ് അത്തറപൂശി ഒക്കെ നടക്കുന്ന ആളുകളാ വിശ്വാസികളായ ആളുകൾ. പക്ഷേ നജസാണ് എന്നാണ് ഖുർആന്റെ പ്രയോഗം. എന്തേ? ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസമില്ലല്ലോ, അത് നജസാണ് എന്ന് റസൂൽ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖൽബിന്റെ ശുദ്ധി സ്വർഗപ്രവേശനത്തിന്റെ കാരണമായി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോ ഖൽബ് അത് രാജാവാണ്. ഖൽബ്
ആ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. ആ ഖൽബാണ് പിശാച് ലക്ഷ്യമാക്കുന്നത് അവിടെ മോശപ്പെടുത്താൻ. മൂന്നാമത്തേത് ഖൽബ് നന്നായെങ്കിലേ സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ഖൽബ് എന്ന് പറയും നമ്മുടെ ഹൃദയം മൗദിഉ നദുരില്ലാഹ്, അല്ലാഹുവിന്റെ തിരുനോട്ടം വരുന്നത് ഖൽബിലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സ്വഹീഹായ ഹദീസ് ഇമാമുന ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഒരു വിഷയം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ യൂസഫ് അൽ ഖർദാവിയെ പോലെയുള്ള ആളുകൾ കട്ടി കുറഞ്ഞ ഫോട്ടോകളല്ല, പ്രതിമകളെ പോലെ തോന്നിപ്പിക്കുന്ന കട്ടി കൂടിയ ഫോട്ടോയാണ് ബാധകമെന്ന് പറയുന്നുവല്ലോ. നല്ലൊരു ചോദ്യമാണ്. ഈ സംഭവം ബന്ധപ്പെട്ട് കിടക്കുന്നത് ലഅനല്ലാഹുൽ മുസവ്വിരീൻ, രൂപപ്പെടുത്തുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. രൂപപ്പെടുത്തുന്ന അൽ മുസവ്വിറൂൻ, സ്വർഗ്ഗത്തിൽ കടക്കുകയേ ഇല്ല എന്ന് പറഞ്ഞൊരു വിഭാഗം മുസവ്വിറൂൻ, രൂപപ്പെടുത്തുന്നവർ, ഷേപ്പ് ചെയ്യുന്നവർ, കളിമണ്ണിലോ അല്ലാത്തതിലോ രൂപങ്ങൾ ശില്പം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗപ്രവേശം വരെ കിട്ടൂല എന്നാണ്. പക്ഷേ സാധാരണ ജീവികളുടേതല്ലാത്ത ഒരു ചിത്രം ഒരാൾ വരച്ചു, അവർ സ്വർഗ്ഗത്ത് കടക്കൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു രസമില്ല. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറയാനും കഴിയില്ല. ഉലമാ അതിൽ വിവിധ അഭിപ്രായക്കാരാണ്. അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് ഹറാമെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് പ്രതിമകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് കുറ്റകരമായ കാര്യമാണ്, ഹറാമായ വിഷയമാണ്. പക്ഷേ ഫോട്ടോകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചുകൂടാ. നിങ്ങളത് എടുത്തിട്ട് ഷെൽഫിൽ വെച്ചോ, അപ്പാനെ കാണാൻ പുതിയാവുന്നുണ്ട്, ഇടയ്ക്ക് നോക്കിയിട്ട് കൂട്ടി വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഹാങ് ചെയ്ത് വെക്കരുത്. ഹാങ് ചെയ്ത് എപ്പോഴും കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ ഫോട്ടോയെ സംബന്ധിച്ചും രൂപകൽപ്പന ചെയ്യുന്ന ശില്പത്തെ സംബന്ധിച്ചും രണ്ട് മസാലകളാണ് ഉലമാ പറയുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. മുസവ്വിറൂൻ അങ്ങനെ വളരെ ഗൗരവമായി താക്കീതുകൾ വന്നിട്ടുണ്ട് രൂപപ്പെടുത്തുന്നവരെ സംബന്ധിച്ച്. വെറും ഒരു സ്കെച്ച് രൂപപ്പെടുത്തുന്നതിനെ പോലെയല്ല. കുട്ടികൾക്ക് വരക്കാൻ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ജീവജാലങ്ങളുടെ ഇത് വരയ്ക്കരുത്, വരച്ചാൽ ഡിസ്പ്ലേ ചെയ്യരുത്. ഡിസ്പ്ലേ ചെയ്താൽ റഹ്മത്തിന്റെ മനക്കിലൂടെ വരില്ല. വളരെ നല്ലൊരു ഇന്റർഫിയർ നന്നായിട്ടുണ്ട്, ഇടപെടൽ നന്നായിട്ടുണ്ട്. അല്ലാഹു അഅലം. മൗദിഉ നദരില്ലാഹ്, അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. നിങ്ങൾ പോകുന്ന വാഹനത്തിന്റെ ബ്രാൻഡ് ഏതാണ്? അത് BMW ആണോ, മെഴ്സിഡസ് ബെൻസ് ആണോ, ടൊയോട്ടയാണോ, അല്ലെങ്കിൽ മാരുതി സുസുക്കി? ഇതൊന്നും അല്ലാഹു നോക്കണില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, നിങ്ങളുടെ രൂപത്തിന്റെ കോലം എന്താണ്, നിങ്ങളുടെ രൂപം എന്താണ് അല്ലാഹു നോക്കണില്ല. പെണ്ണേ, നിന്റെ ലിപ്സ്റ്റിക് അല്ലാഹു നോക്കുന്നില്ല, നിന്റെ പൗഡർ അല്ലാഹു നോക്കുന്നില്ല, നിന്റെ അലങ്കാരം അല്ലാഹു നോക്കുന്നില്ല. ചെറുപ്പക്കാരാ, നിങ്ങൾ അണിയുന്ന ഷർട്ടിന്റെ ബ്രാൻഡുകൾ അല്ലാഹു നോക്കുന്നില്ല. വല അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബൈക്കോ, നിങ്ങളുടെ കാറോ, നിങ്ങളുടെ വീടോ, ഇതൊന്നുമല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ അഅമാലിക്കും വ ഖുലൂബിക്കും, നിങ്ങളുടെ കർമ്മങ്ങളും ഹൃദയങ്ങളുമാണ് അല്ലാഹു നോക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും കൂടിയ ആളാണെങ്കിലും, തടിയുണ്ടെങ്കിലും കുറവാണെങ്കിലും, നിറം കുറവാണെങ്കിലും കൂടിയാലും അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. അല്ലാഹുവിന്റെ നോട്ടം ഖൽബാണ്. അതുകൊണ്ടാണ് ഖൽബ് അല്ലാഹു എല്ലാവർക്കും ഒരുപോലെ വിരിച്ചു കൊടുത്തു. ബുദ്ധി അല്ലാഹു ഒരുപോലെ വിരിച്ചു കൊടുത്തു. സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ ഒരു അത്ഭുതകരമായ വാക്കാണ്, അല്ലാഹുവിന്റെ സൃഷ്ടാവായ രക്ഷിതാവിന്റെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നീതി മനുഷ്യന് കൊടുത്ത ബ്രെയിനാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു എന്ന് അവിടെ ചതം വരാൻ. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധി കൂടുതലാകും, കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം. ബുദ്ധി കൂടുതൽ എന്നല്ല, ബുദ്ധി എല്ലാവർക്കും ഒരുപോലെ റബ്ബ് കൊടുത്തു. അതിൽ പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടാവും, അവരെ പറ്റിയല്ല പറയുന്നത്. അള്ളാഹു അവർക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. ക്ഷമിച്ചാൽ അവരുടെ കുടുംബത്തിന് ഇതിന് കൂലി കിട്ടും. അള്ളാഹു ചാല രൂപവും നിറവും പല രീതിയിലാണ് മനുഷ്യന്മാരെ കുറച്ചത്. എന്തെന്നറിയോ? അള്ളാഹു അത് നോക്കുന്നേ ഇല്ല. ولكن إنما ينظر إلى أعمالكم وقلوبكم, നിങ്ങളുടെ ഖൽബിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു മക്കയുടെ ഊടുവഴികളിലൂടെ നടന്നു വരുമ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹ വളരെ ദാരുണമായി വധിക്കപ്പെട്ടു.
കൊല്ലപ്പെട്ടു പോയ ഷഹീദത്താണ്. ഇസ്ലാമിലെ ആദ്യത്തെ സ്ത്രീ ഷഹീദത്താണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. സുമയ്യ ബീവിയുടെ മകനാണ് അമ്മാർ റളിയല്ലാഹു അൻഹു. സുമയ്യ ബീവിയുടെ ഭർത്താവ് അമ്മാർ എന്നവരുടെ പിതാവ് മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ആദ്യകാലങ്ങളിൽ ഷഹീദാണ്. മകൻ രക്ഷപ്പെട്ടു. അമ്മാർ റളിയല്ലാഹു അൻഹു മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാറേ, നിങ്ങളുടെ ഉപ്പ യാസിർ എന്നവരും റളിയല്ലാഹു അൻഹു നിങ്ങളുടെ ഉമ്മ സുമയ്യ ബീവിയും നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ അവർ അല്ലാഹുവിന്റെ ശുഹദാക്കളായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്? അവർ ശുഹദാഉ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ശുഹദാക്കളാണ്. അങ്ങനെ സന്തോഷവാർത്ത കൊടുത്തിട്ടുണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അമ്മാർ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത് മക്കയിലാണെന്ന്. മക്കക്കാർ കടുത്ത മുശ്രിക്കുകളായിരുന്ന ബഹുദൈവ വിശ്വാസികളാണ്, ബിംബാരാധകരാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ മക്കയിൽ അവർ തടഞ്ഞു വെച്ചു. അവർ പറഞ്ഞു, അമ്മാർ, ഈ നിമിഷം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുന്നു. മുസ്ലിം അല്ല എന്ന് പറയണം. ഗർവാപ്പശനെ കേട്ടില്ലെങ്കിൽ അതിന്റെ പഴയ രൂപമാണ് ഈ പറഞ്ഞത്. ഇന്നത്തെ പോലെ ഫോട്ടോ എടുത്ത് വിടുന്നതല്ല, അന്ന് തീ വെച്ച് പൊള്ളിപ്പിക്കും. പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയൊക്കെയാണ്. അമ്മാർ, നിങ്ങൾ മുസ്ലിമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ജീവൻ കൊണ്ടാൻ പറ്റില്ല. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അമ്മാർ നിങ്ങൾ വിട്ടേച്ചേക്കാമെന്ന് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ നബിയോടൊപ്പം ആദ്യത്തെ 13 കൊല്ലം ജീവിച്ച സ്വഹാബികളിൽ നബിയോടുകൂടെ ഹിജ്റ പോയ സ്വഹാബത്തിന്റെ എണ്ണം 250 ആണ്. 250 പേരെ 13 കൊല്ലം കൊണ്ട് മുസ്ലിമായിട്ടുള്ളൂ മക്കയിൽ. 250. അതിൽ 50ാമത്തെ മെമ്പർഷിപ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഇസ്ലാമിലെ 50ാമത്തെ മെമ്പർഷിപ്പുകാരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. വളരെ എണ്ണം കുറവാണ്. മക്കക്കാരുടെ എണ്ണം 60,000-നും 70,000-നും ഇടക്കാണ്. അത്രക്കണ്ട മക്കക്കാർ. അതിൽ ആകെ മുസ്ലിമാർ 250. അതിന്റെ ഇടയിലാണ് ഈ സംഭവം എന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. അമ്മാർ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ല, എന്നാ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. നേരെ ഓടി നബിയുടെ അടുത്തേക്ക്. ജീവൻ 60,000 ആളുകൾക്കിടയിൽ 250 ആവുന്നത് 13ാമത്തെ കൊല്ലമാണ്. ഇത് ഇസ്ലാമിന്റെ 2ാമത്തെയും 3ാമത്തെയും കൊല്ലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ 60,000-ൽ കേവലം 50-ൽ താഴെ ആളുകൾ മുസ്ലിമായ കാലത്താണ്. അതുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറഞ്ഞ മുസ്ലിമല്ല. പോയി ഓടിച്ചെന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ നശിച്ചു പോയല്ലോ നബിയേ. എന്തു പറ്റി അമ്മാർ? നബിയേ, എന്നോട് അവർ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ എന്റെ മരിച്ചുപോയ വാപ്പയെ, എന്റെ മരിച്ചുപോയ ഉമ്മയെ ഞാൻ ഓർത്തുപോയി. നബിയെ, ഞാൻ പറഞ്ഞു, ഇസ്ലാമിൽ ഒരുപാട് കാലം ജീവിക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഇസ്ലാം എന്ന് വളർന്നു വലുതായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നബിയെ, ഞാനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞാൻ മുസ്ലിമല്ല എന്ന്. എന്നെ അല്ലാഹു സ്വീകരിക്കുമോ നബിയെ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ നബിയെ? കൈഫ ഖൽബുക യാ അമ്മാർ? അമ്മാറേ, ഖൽബ് എങ്ങനെയുണ്ട്? ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ? ഹൃദയത്തിന്റെ ഉള്ളിൽ മുസ്ലിമാണോ? ഹൃദയത്തിന്റെ ഉള്ളിൽ മുസ്ലിമാണോ? ഖൽബി മുത്മഇന്നും ബിൽ ഈമാൻ. നബിയേ, എന്റെ ഹൃദയത്തിൽ ഈമാൻ അടിയുറച്ചു പോയിട്ടുണ്ട് നബിയേ. ഖൽബിൽ നിന്ന് ഈമാൻ എടുത്തു മാറ്റാൻ ആരെ കൊണ്ടും സാധ്യമല്ല നബിയേ. ഞാൻ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. എന്റെ ഖൽബിൽ ഈമാനുണ്ട്. എങ്ങനെയുണ്ട് ഹൃദയം? നബിയുടെ ചോദ്യം അതാണ്. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വരികയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ ഒരു ശത്രുവിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഹിബ്ബ് റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്. നബിയുടെ അഡോപ്റ്റഡ് സൺ എന്ന് മക്കക്കാർ വിളിച്ചിരുന്ന സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹു. അന്ന് യുദ്ധം നടക്കുമ്പോൾ ഒരാൾ അവരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വാള് പിടിച്ചോടി വന്നവരെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹുവും കൂടെയുള്ള ആളുകളും ഓടി രക്ഷപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 4-5 പേർ ചേർന്നു. 4-5 പേർ ചേർന്ന് യുദ്ധത്തിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ലക്ഷ്യം വെച്ച് ചെന്നു. വാളെടുത്ത് പിന്നാലെ കൂടിയപ്പോ ഇയാള് വിചാരിച്ചു
ഇനി രക്ഷയില്ല എന്ന് മരിക്കുകയാണെന്ന് ഉറപ്പിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു. തന്റെ കയ്യിലുള്ള വാള് ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, ആ മനുഷ്യൻ ആ വാക്ക് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാക്കായിരുന്നു. ഞങ്ങൾ അയാളെ കൊന്നു നബിയെ എന്ന യുദ്ധത്തിലെ വലിയൊരു അത്ഭുതം പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ ഒരു അനുഭവം നബി നിങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാളെ കൊന്നോ ഉസാമ? നബിയേ, അയാളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊല്ലാൻ വന്ന ആൾ ഞങ്ങളെ ശക്തി സംഭരിച്ച് അങ്ങോട്ട് നേരിട്ടപ്പോ അയാൾ ഉറപ്പിച്ചു തോൽക്കുമെന്ന് അങ്ങനെ പറഞ്ഞതാ. ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം ഉസാമ നിങ്ങൾ അയാളെ കൊന്നോ? നബിയേ, മനസ്സിലുണ്ടായി പറഞ്ഞതായിരുന്നില്ല, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഉസാമ അവലാ ശഖഖത ഖൽബഹു, ആ മനുഷ്യന്റെ ഖൽബ് നിങ്ങൾ കീറി നോക്കിയിരുന്നോ? ഉസാമ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ നിങ്ങൾ ഖൽബ് കീറി നോക്കിയോ? ഇല്ല നബിയേ, അത് നമുക്കറിയില്ല. എങ്കിൽ ഉസാമ ഖൽബിൽ ഈമാൻ ഉണ്ടായിരുന്നതെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ അടുത്ത് മുഅ്മിനാണ്. നാമം കൊണ്ട് വെറുതെ കലിമ ചൊല്ലിയാൽ ദുനിയാവിൽ ഇസ്ലാമിന്റെ ഗവൺമെന്റിന്റെ മുമ്പിൽ അയാൾ മുസ്ലിമാണ്. അത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഉസാമ എന്ന് എപ്പോഴും കാണുമ്പോൾ ശാസിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രക്കെന്ന് ആലോചിച്ചാൽ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു ഞാൻ മുസ്ലിമായിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നേ എന്ന് ആശിക്കുമാർ നബി തങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, ഉസാമ മോശമായി, ഉസാമ കലിമ ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? നമ്മളാണെങ്കിലും പറയുന്നത് തന്നെയല്ലേ, വെറുതെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ചെയ്തു. തങ്ങളുടെ ചോദ്യം എന്താണെന്നറിയോ? ഖൽബ് നീ കീറി നോക്കിയോ? ഖൽബിന്റെ ഉള്ളിലുണ്ടോ ഇല്ലേ എന്നറിയാൻ അത് അല്ലാഹുവിനല്ലേ അറിയുള്ളൂ. ഖൽബിന്റെ വിഷയം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമിനെ കൊന്നോ എന്ന ചോദ്യം. ഖൽബാണ് വിഷയം. ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം കിടക്കുന്നത്. അത്ഭുതകരമായ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഉമിലത്തിൽ ഖതീഅതു ഫിൽ അർളി, ഭൂമിയിൽ ഒരു തിന്മ നടന്നു കഴിഞ്ഞാൽ, നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ കല്യാണത്തിന് ചെല്ലുന്നു, അവിടെ നല്ല ഗാനമേളി മുട്ടുപാട്ടൊക്കെയാണ്, വലിയ വലിയ പെൺകുട്ടികൾ സ്റ്റേജിന്മേൽ കിടന്ന് പാടുകയാണ്, നമുക്ക് പാടില്ലാത്ത സംഗതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്യാണത്തിലേക്ക് ചെന്നു, ഒന്നും ചെയ്യാൻ വയ്യ, വിളിച്ചു വന്നതല്ലേ, അതിഥിയായി വന്നതല്ലേ, തിരിച്ചു നടന്നു പോയാൽ അത് പിണക്കാവും, വലിയ വിഷയാവും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാവും, എന്തൊക്കെയോ ആയേക്കാം. ഏതെങ്കിലും ഒരു തിന്മ അല്ലാഹുവിന്റെ ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ കാന കമൻ ശഹിദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ, കാന മൻ ശഹിദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ. ഏതെങ്കിലും ഒരാൾ ആ തിന്മക്ക് സാക്ഷിയാവുകയും മനസ്സുകൊണ്ട് വെറുക്കുകയും ചെയ്താൽ ആ പരിപാടിയിലേക്ക് വരാത്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെന്നു, മനസ്സുകൊണ്ട് വെറുപ്പാണ്, നിങ്ങൾക്കത് ഇഷ്ടമല്ല. ജമാഅത്തിന്റെ ആൾക്കാരാകുമ്പോൾ ഇതൊക്കെ ധാരാളം അനുഭവിക്കേണ്ടി വരുന്ന, അനുഭവിച്ച അനുഭവമുള്ള ആളാണ് ബഷീർ സാഹിബ്. ചെന്നുപെട്ടു, എന്ത് ചെയ്യാൻ പറ്റും? മനസ്സുകൊണ്ട് നിങ്ങൾ വെറുത്തിട്ടുണ്ടെങ്കിൽ ആ സംഗതിക്ക് വരാത്തവനെ പോലെയാണ് നിങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു അടയാളമാണത്, നല്ല ലക്ഷണമാണ്. വമൻ ഗാബ അൻഹാ ഫറദിയഹാ കാന കമൻ ശഹിദഹാ. എന്നാൽ ആ തിന്മക്ക് അവിടെ സാക്ഷി അല്ലാതിരുന്ന ഒരാൾ ആ സമയത്ത് ആബ്സെന്റ് ആണ്, ഓൻ ദുബൈയിലാണ്, അങ്ങനെ പറയച്ചോനെ ആ ഗാനമേളക്ക് ആറങ്ങാടിയിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമത്തെ സഫർ ടിക്കറ്റ് ഞാൻ എടുക്കുമായിരുന്നു. വന്നിട്ടുണ്ടോ? ഇല്ല. ഈ വന്നവനെ പോലെ അതേപോലെ കുറ്റക്കാരനാണ് ഈ പറഞ്ഞ മനുഷ്യനെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സുകൊണ്ടോ ചിന്തിച്ചോ, മനസ്സുകൊണ്ടോ അവൻ ആഗ്രഹിച്ചോ, എന്നാൽ അതിന് സാക്ഷിയായവനെ പോലെ. മനസ്സുകൊണ്ട് നിങ്ങൾ വെറുത്തോ, എന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാക്കാണ് അല്ലാഹു നോക്കിയത്?
നിങ്ങളുടെ ഖൽബിലേക്കാണ്. മ്യൂസിക് വെക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ നിയമം. അത് പാറങ്ങാടിക്കാർക്ക് വേണ്ടി ഹലാലാക്കാൻ കൊണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ ചോദ്യം വരും. നമ്മുടെ ബസ്സിൽ അല്ല ഇപ്പോൾ കണ്ണൂർ ചെല്ലുമ്പോൾ എന്ന് കുറേ മുമ്പ് ബസ്സിലൊക്കെ കഥ പറയുമ്പോൾ എന്ന കാലം അപ്പോൾ ഉച്ചവരുണ്ട് പാട്ടുണ്ട് സീറ്റുണ്ട് പോലെ കോഴിക്കോട് പാട്ടുണ്ട് സീറ്റുണ്ട് ഉച്ചവരണത് അങ്ങനെയാണ് പാട്ടുണ്ട് സീറ്റുണ്ട് KSRTC എല്ലാം നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ ഒരാൾ കയറിയിരിക്കുന്ന ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. ഉദാഹരണം പറയാം, നല്ല പാട്ട് മാപ്പിളപ്പാട്ട്. അന്നത്തെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പറ്റി പറയണം, അത് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞുകൂടാ, അതൊക്കെ തോന്നിവാസപ്പാട്ടാണ്. ഇരിക്കട്ടെ. അല്ലെങ്കിൽ വല്ല സിനിമാ പാട്ടും വെച്ചിരിക്കുകയാണ്, ഭയങ്കര മ്യൂസിക്കിൽ ഒച്ചപ്പാടുണ്ടാക്കി പാട്ട് പോവാണ്. എല്ലാവരും തലകെട്ടിട്ട് ഉസ്താദാണ് കുത്തിരിക്കുന്നത് ബസ്സിൽ. മനുഷ്യന്മാർ പറയില്ലേ ഉസ്താദ് പാട്ടും കേട്ട് പോവാണ്, അത് പറയരുത്. എന്തെന്നറിയോ? കാന മൻ ഷഹിദഹാ ഫകരിഹഹാ കാന കമൻ ഗാബ അൻഹാ. നിങ്ങളുടെ ഇരിക്കുകയാണ്, നിങ്ങൾ അത് ആനന്ദിക്കുകയല്ല, നിങ്ങൾ ആനന്ദിക്കാതിരിക്കുകയാണ്, നിങ്ങൾ നിർബന്ധിതനാണ്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് ആസ്വദിക്കുന്നില്ല, നിങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കുന്നില്ല, നിങ്ങൾ അവിടെ ഒരു ബിംബത്തെ പോലെ ഇരിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് മനസ്സ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കാത്ത ആളെ പോലെയാണ്, നിങ്ങൾ ആ തിന്മ ചെയ്യാത്ത ആളെ പോലെയാണ്. വേറെ ഒരുത്തൻ ആലോചിച്ചു, റബ്ബേ ഞാൻ പോണ ബസ്സിൽ ഇപ്പോൾ പാട്ട് ഉണ്ടായില്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ കയറിയേനെ. അവൻ KSRTCക്കാണ് പോയത്. അപ്പം ആലോചിച്ചു, പടച്ചവനെ അല്ലോ ഒരു സിനിമ കൊണ്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ റബ്ബേ ബാംഗ്ലൂർക്ക് എന്നവൻ ആലോചിച്ചു. ഓൻ പോയ ബസ് KSRTC ആണ്, മറ്റേത് ഇവിടെ കല്ലടയുടെ ബസ്സാണ്. ഉദാഹരണം പറയാം, ഇവിടെ നിന്ന് വലിയ ബസ് പോണില്ല ബാംഗ്ലൂരിലേക്ക്. അവൻ സിനിമ കണ്ടുപോയതാണ്. മറ്റവൻ കാണാതെ പോയവന്റെ കൊതിയായ റബ്ബേ ഈ ടിക്കറ്റൊക്കെ ഒരു 100 രൂപ ഏറെ കൊടുത്താൽ എനിക്കും പോകായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തവനെ പോലെയാണ് ഈ ആഗ്രഹിച്ച ആൾ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂടുവെള്ളമാണ്, ജീരകവെള്ളം, കട്ടൻ ചായ, മധുരം വേണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് വെള്ളം വരുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ്, വളരെ നല്ല സംഗതിയാണ്. ബിസ്മി ചൊല്ലി കുടിക്കുകയും അത് തന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. കടക്കാൻ ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ കച്ചവടക്കാര്, ബിസിനസ്സുകാർ, ഗൾഫിലുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് 1,00,000 രൂപ, 1,10,10,000 ഇതിന്റെ രൂപ. 2 ഗഡുവായിട്ട് ഒരു 85,000 വെച്ചിട്ട് 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 1 കൊല്ലം കൊണ്ട് ഒക്കെ നമ്മുടെ മക്കളൊക്കെ ഗൾഫിലുണ്ടെങ്കിൽ അവരോടൊക്കെ വിഷയം അറിയിച്ച് ഓരോ വീട്ടിൽ നിന്ന് 1 സെന്റെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് അത് വിജയിപ്പിക്കാവുന്നതുള്ള അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോവാണ്. അല്ലാഹു ആരാണോ അസുഖം വന്നത് അവർക്ക് അവ ശിഫ കൊടുക്കട്ടെ. ഏത് രോഗിയെ കൊണ്ടാണോ പോകുന്നത് ആ രോഗിയെ നല്ല ചികിത്സിക്കാനുള്ള തൗഫീഖ് ഡോക്ടർക്കും അല്ലാഹു കൊടുക്കട്ടെ. ആരൊക്കെയാണോ അവർ അനുഗമിച്ചുകൊണ്ടിരുന്നത്, അത് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അല്ലാഹു തആല ആരാണ് ഇരിക്കട്ടെ അവർക്ക് ശിഫ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഹിദായത്തും കൂടെ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ സംഭാവന വേണം എന്ന് പ്രത്യേകിച്ച് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മ ചെയ്യുന്നത് പോലും മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു തിന്മ നടക്കുമ്പോൾ നിങ്ങളവിടെ ചെന്നുപോയി പെട്ടു, പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുത്താൽ നിങ്ങൾ അത് തിന്മ ചെയ്യാത്ത പോലെയാണ്. നിങ്ങളവിടെ പോയിട്ടില്ല, പോകണമെന്ന് കൊതിച്ചു, നിങ്ങൾ അവിടെ പോയവനെ പോലെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുണ്ടായിരുന്ന നബി തങ്ങൾ പറയുമായിരുന്നു, വസിനൽ ഖൽബി അത്തമന്നി. ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമുണ്ട്, അത് മനസ്സുകൊണ്ട് ചിന്തിക്കലാണ്, ആഗ്രഹിക്കലാണ്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. ഇതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം യഹ്വീ മുഖൂഅ മാ തുഹിബ്ബുഹു നഫ്സു മിനശ് ശഹ്വാ. മനസ്സിലേക്ക് വ്യഭിചാരം ചെയ്യണമെന്ന ആഗ്രഹം വരുമ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സുകൊണ്ട് കൊതിക്കുന്നത്, എനിക്കും ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു വെക്കുന്നത് പോലും ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഫർജ് യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു.
കൽബ് കൊണ്ടാണ് ആദ്യം വ്യഭിചരിക്കുന്നത്, പിന്നെയാണ് ശരീരം കൊണ്ടുള്ള വ്യഭിചാരം. അപ്പൊ തന്നെ വ്യഭിചാരത്തിന്റെ ശിക്ഷയായി നാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാതെ ചെറുപ്പക്കാരങ്ങനെ പറഞ്ഞു പോലെ ആ ഒരു പെണ്ണ് അവളെ കൂട്ടുകാരിയായി കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൽബാണ് വിഷയം. കൽബ് ഭയങ്കര സംഭവമാണ്. കൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. നീ അങ്ങനെ ആഗ്രഹിച്ചോ മതി, അത് നീ ചെയ്ത തെറ്റാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 225-ാമത്തെ ആയത്തിന്റെ ഭാഗം വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും, നിങ്ങളുടെ കൽബ് കൊണ്ട് എന്താണോ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നത് അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞു, കൽബിലേക്ക് വന്നു വരുന്ന ചിന്തകൾക്ക് പ്രശ്നമില്ല, അറിയാതെ കയറിക്കൂടാൻ. പക്ഷെ കൽബ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് താലോലിച്ച് ആഗ്രഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്ക് നാളെ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട്. അത് മനസ്സിലാക്കി തരാൻ ഒരു ഹദീസ് ഇതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖാതിലു ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ فقتل أحدهما صاحبه فالقاتل والمقتول في النار. മുസ്ലിമീങ്ങളായ രണ്ടുപേർ വാളെടുത്ത് പരസ്പരം യുദ്ധം ചെയ്യാൻ വരികയും ഒരാളെ മറ്റൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്താൽ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്. എന്താ വിഷയം? രണ്ടുപേരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു, ഒരുത്തൻ മറ്റവനെ കൊന്നു, ഒരാൾ മരിച്ചു, മറ്റവൻ കൂടി. ഇവിടെ കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്, കൊന്നവനും നരകത്തിലാണ്. സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഹാദൽ ഖാതിലു, ഈ കൊന്ന മനുഷ്യൻ നരകത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നബിയേ. ഫമാ ബാലുൽ മഖ്തൂൽ, ഈ കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാ നബിയേ നരകത്തിലേക്ക് പോകുന്നത്? സ്വാഭാവികമായി ന്യായമായ സംശയമല്ലേ? കൊന്ന ആള് നരകത്തിലാണ് മനസ്സിലായി നബി, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്നോ? ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബി, അയാൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണം തന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന് ഇവൻ തീരുമാനിച്ചിരുന്നുവല്ലോ. അതുകൊണ്ടല്ലേ രണ്ടാളും നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ വന്നത്. തക്കം കിട്ടിയാൽ മറ്റവനെ കൊല്ലണമെന്ന ആഗ്രഹം ഇവന്റെ കൽബിനുണ്ടായിരുന്നു. പക്ഷേ സംഗതിവശാൽ മറുപക്ഷത്തുള്ളവൻ ഇവനെ കൊല്ലുകയാണ് ഉണ്ടായത്. കൽബിന്റെ ഉള്ളിൽ തന്റെ പ്രതിയോഗിയെ കൊല്ലണമെന്ന ആഗ്രഹമുണ്ടായതുകൊണ്ട് അത് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ വധിക്കാനാണ് അവൻ പുറപ്പെട്ടു വന്നത്. അതുകൊണ്ട് കൊലപാതകിയുടെ അതേ ശിക്ഷ കൊല്ലപ്പെട്ടവനും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? കൽബിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. കൽബിൽ അങ്ങനെ തീരുമാനമുണ്ടായിരുന്നല്ലോ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ കൽബ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എത്രയാണ്? വെറുതെ ആലോചിക്കാൻ. തക്കം കിട്ടിയ കള്ളു കുടിക്കുകയായിരുന്നു പറഞ്ഞാൽ ആലോചിച്ചാൽ കഴിഞ്ഞു. ഭയങ്കര വിഷയമാണ്. അല്ലാഹു ഒത്തു തരട്ടെ, അല്ലാഹു ഒത്തു തരട്ടെ. അതുകൊണ്ടാണ് സൗബാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നി ലഅരിഫു അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ചില ആളുകളെ എനിക്ക് നാളെ ഖിയാമത്ത് നാളിൽ കണ്ടാൽ തിരിച്ചറിയും. യഅ്തൂന ബിഅഅമാലി കജിബാലി തിഹാമത ബൈളാ, തിഹാമ മലകളോളം വെളുത്ത ഒരുപാട് അമലുകളുമായി നാളെ പരലോകത്തേക്ക് വരുന്ന എന്റെ ഉമ്മത്തികൾപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. ഞങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, യജ്അലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറാ, ആ ഒരുപാട് നന്മകൾ മലകളോളം കീശിലല്ല കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് വരുന്ന പെട്ടിയിലല്ല കൊണ്ടുവരുന്നത്. എത്രയാ അമല്? തിഹാമയിലെ മഹാപർവ്വതത്തോളം വരുന്ന അമലുമായി പരലോകത്തേക്ക് വന്ന ആളുകൾ അല്ലാഹു അത് പൊടിയാക്കി കളയും. അല്ലാഹു സ്വീകരിക്കൂല. സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ് ലിഅല്ലാ നകൂന മിൻഹും വലാ നഅലമു, നബിയേ ഞങ്ങളറിയാതെ ഞങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കുന്നു നബിയേ, അവരാരാണെന്ന് ഒന്ന് തിരുത്തി പറഞ്ഞു തരുമോ ഹബീബേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. നബി തങ്ങളുടെ മറുപടി എന്താണ്? യാ സൗബാൻ, സൗബാൻ എന്നവരെ, ഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്, വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ ഗ്രൂപ്പുകാർ തന്നെയാണ്, മുസ്ലിമീങ്ങളാണ് അവർ.
അവർ കലിമ ചൊല്ലിയവരാണ്. യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. രാത്രി നേരത്തെ തഹജ്ജുദ് നിസ്കാരം പോലും നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നവരാണവർ. ഒരുപാട് നിസ്കാരവും നോമ്പുമുള്ളവരാണ്, ഒരുപാട് ഖിറാഅത്തും ദിക്റുമുള്ളവരാണ്. പക്ഷേ വലാകിന്നഹും ഖൗമുൻ, അവരൊരു വിഭാഗമാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ആരാരും അറിയാതെ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ആരാരും അറിയാതെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ, മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ചിന്ത ആ ഒരു തെറ്റ് ഞാൻ ചെയ്യുമെന്നാണ്. വ്യഭിചരിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് വ്യഭിചരിച്ചിട്ടില്ല, ഓനാരും വിളിച്ചിട്ടില്ല വ്യഭിചാരത്തിൽ. ഒരാൾ വിളിച്ചാൽ അവൻ പോകുമെന്നാണ് ആഗ്രഹം. ആരാരും അറിയാതെ നമ്മുടെ നാടിന്റെ പരിധി വിട്ട് ഒന്ന് വിമാനം കയറി ഗൾഫിലോ മറ്റോ എത്തിപ്പെട്ട് ഏതെങ്കിലും ഒരു വേശ്യാലയത്തിൽ ചെന്ന് വേശ്യാവൃത്തി ചെയ്യാനും എന്നെ മടിയില്ല. എന്റെ കാരണം എന്റെ നാട്ടുകാർ ആറങ്ങാടിക്കാർ ഇത് അറിയുന്നില്ലല്ലോ എന്നാണ് അവന് വിചാരിച്ചത്. ബോംബെയിലേക്ക് ചെന്ന് മഹാനഗരത്തിൽ എവിടെയെങ്കിലും ചെന്ന് കള്ളു കുടിച്ച് കിടന്നാൽ ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നാൽ കള്ളു കുടിക്കുന്നവർ എന്ത് ബോംബെ മംഗലാപുരത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരായ കുട്ടികൾ വ്യഭിചാരവും മദ്യപാനവും ശീലമാക്കി തുടങ്ങുന്നില്ലേ? പർദ്ദ ധരിച്ചു പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ എറണാകുളത്ത് അവിടുത്തെ കോളേജുകളിൽ പോയി MBAയും BBAയും പഠിക്കാൻ വേണ്ടി പോകുന്ന, എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മക്കൾ ഇവിടുത്തെ ട്രെയിനുകളിൽ പർദ്ദ ധരിച്ചു പോകുന്ന 18ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പർദ്ദ ഊരി വെച്ച് ജീൻസ് പാന്റും ടീഷർട്ടും ഇട്ട് തല മാത്രം ഒന്ന് മാടി അവിടെ ഒന്ന് തലമറച്ച് വെച്ച് കണ്ടവന്റെ ബൈക്കിന്റെ പിന്നിലൂടെ കൊച്ചിയിലെയും എറണാകുളത്തെയും കഫകളിലൂടെ നടക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വാഹനം കയറി പോകുന്ന പെൺകുട്ടികളുണ്ട്. അവരാ പർദ്ദ രണ്ടാമതിടുന്നത് തിരിച്ച് കാഞ്ഞങ്ങാട്ടേക്കോ കാസർഗോട്ടേക്കോ വാഹനം കയറുമ്പോഴാണ്. അതുവരെ പർദ്ദയില്ല. ഇവിടുന്ന് പോകുമ്പോ ഉമ്മയുടെ മുമ്പിൽ, വാപ്പയുടെ മുമ്പിൽ, ആങ്ങളുടെ മുമ്പിൽ നല്ല അച്ചടക്കത്തിൽ മുഖം മറച്ച് ശരീരം മറച്ച് നല്ല നിലക്ക് പോയ പെൺകുട്ടികൾ നാടിന്റെ ബോർഡറുകൾ തീരുമ്പോഴേക്കും അള്ളാഹുവിന്റെ നിയമത്തെ പിച്ച് ചീന്തി കളയുന്നുണ്ട്. അവര് നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളിൽപ്പെട്ടവരാണ്, നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പുള്ളവരാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, തിന്മ ചെയ്യാൻ ഒരവസരം ഒത്തുകിട്ടിയാൽ അവരാ തിന്മ ചെയ്തിരിക്കും. അത്തരക്കാരുടെ അമലുകൾ നാളെ അള്ളാഹു പൊടിയാക്കി കളയുമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അതാണ്. ഇവിടെ നിന്ന് തക്കം കിട്ടി വാപ്പയും ഉമ്മയും കുട്ടികളൊന്നും അറിയില്ലെങ്കിൽ ഞാൻ കോലം മാറും. ഈ ചിന്ത ഉണ്ടായിരുന്നവർ, കള്ളു കുടിച്ചവരെന്നല്ല അതിനർത്ഥം, അവർ കുടിച്ചിട്ടില്ല, തക്കം കിട്ടിയാൽ ഞാൻ കുടിക്കുമെന്നവന്റെ മനസ്സിലുണ്ട്. വ്യഭിചരിച്ചിട്ടില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സംഗതിക്കൊന്ന് ഒത്തുവന്നാൽ അവൻ ചെയ്യും എന്നവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നരകത്തിലേക്ക് പറഞ്ഞേക്കപ്പെടുന്ന എത്രയോ നിസ്കാരക്കാരും നോമ്പുകാരികളും നിസ്കാരക്കാരികളും നാളെ എന്റെ ഉമ്മത്തികളിൽ നാളെ ഞാൻ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഗുരുതരമായ വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. ഖൽബാണ് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഖൽബ് അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അവിടുത്തെ ഈമാനാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഈമാൻ, ഖൽബിൽ കിടക്കുന്ന ഈമാനാണ്. ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബു. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഒരുപാട് കാലം ഉപയോഗിച്ച് ദുർബലമായി നശിച്ചു പോകുന്ന പോലെ നിങ്ങളുടെ കൽബിലുള്ള ഈമാൻ ദുർബലമായി കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്യണമെന്നാ? ഫസ്അലുല്ലാഹ തആല, അല്ലാഹുവിനോട് ചോദിക്കണം, അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ കൽബിൽ ഈമാൻ പുതുക്കി തരാൻ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ അല്ലാഹു നശിപ്പിച്ചു കളയും, കൽബിൽ നിന്ന് നശിപ്പിച്ചു കളയും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ വേദന കേൾക്കുകയാണ്. നമ്മുടെ അള്ളാഹുവിൻ്റെ പള്ളിൻ്റെ മുമ്പിലേക്ക് വന്നു മഹാന്മാരായ ആളുകളും അവരുടെ മഖാമൊക്കെ ഉള്ള നല്ലൊരു പ്രദേശം. കുറച്ചു കാലം വേദന ഒന്നും വന്നില്ല എന്ന് ചിന്തിക്കും. ഒരു 2-3 കൊല്ലത്തിന് പള്ളിക്കനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മനുഷ്യന്റെ അന്നത്തെ ഈമാനല്ല ഇന്നത്തെ ഈമാൻ, 2 വ്യത്യാസം ഉണ്ടാവും. എന്നും ദിക്റിനും സ്വലാത്തിനും പോകുന്ന ആളുകൾ, ജമാഅത്തായുള്ള നിസ്കാരത്തിലേക്ക് കൂടുന്ന ആളുകൾ കുറച്ചു കാലമായി ഏർപ്പാടൊക്കെ നിർത്തിവെച്ച് നോക്കട്ടെ.
അവർക്ക് മനസ്സിലാകും ഈമാനിന്റെ വില എന്താണെന്ന്. അള്ളാഹു അത് എടുത്തു കളഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ വലിയ പ്രയാസമാകും. ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്ത്രം നുരുമ്പുന്ന പോലെ നുരുമ്പുന്നുണ്ട്. അള്ളാഹുവിനോട് അത് പുതുക്കി തരാൻ ചോദിക്കണം. ഖൽബുകളിൽ ഈമാൻ പുതുക്കി തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമേ. അതുകൊണ്ടാണ് നമ്മൾ പറയാ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ പുതുക്കിക്കോളൂ, ഹൃദയത്തിലേക്ക് പ്രകാശം കടത്തിവിട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലേ വാക്കിന്റെ അർത്ഥം? ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി. ഒരു 7 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ, ഉറക്കെ ചൊല്ലിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യനാമു റജുലുൻ നൗമ ഫതുഖബലുൽ അമാനതു മിൻ ഖൽബിഹി. ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഖൽബിൽ നിന്ന് ഈമാൻ അല്ലാഹു എടുത്തു കളയുന്ന കാലം വരാനിരിക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാൻ പോകുമ്പോ നല്ല നിലക്ക് പോയ ആളാ, ഉറങ്ങി എണീറ്റപ്പോഴേക്കും പിന്നെ നിരീശ്വരവാദം പറയാൻ തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയാൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരൊറ്റ ഉറക്കത്തിൽ ഈമാൻ നഷ്ടപ്പെടുന്ന കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചൂണ്ടി പറയുമായിരുന്നു. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഇവിടെയാണ് ഈമാൻ കിടക്കുന്നത്, ഇവിടെയാണ് ഈമാൻ കിടക്കുന്നത്, ഇവിടെയാണ് ഈമാൻ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖൽബ് ശരിയായിരിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, നബി തങ്ങൾ രാത്രി നേരം നിസ്കരിച്ചുകൊണ്ടിരിക്കെ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കെ നബിയുടെ സുജൂദിൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ ചെയ്തിരുന്ന ദുആ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ബിൻതു സിദ്ദീഖ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ എന്നവരുടെ മകൾ സിദ്ദീഖത്തായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസാണത്. എന്താ നബിയുടെ ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്, നിന്റെ അനുസരണയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിത്തരയണമേ. ഇതെപ്പോഴും ദുആ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. اللهم مصرف القلوب صرف قلوبنا على طاعتك. نقول പഠിച്ചേക്കണം, اللهم مصرف القلوب صرف قلوبنا على طاعتك. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയം നിന്റെ അനുസരണയിലേക്ക് കൊണ്ടുവരണേ പടച്ചവനെ. നിനക്കിഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കിത്താ, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങൾക്ക് വെറുപ്പ് വേണം. നിനക്ക് എന്താണോ ഇഷ്ടം അവിടെ ഞങ്ങൾ ചെയ്യണം, നിനക്ക് എന്ത് വെറുപ്പാണോ അത് ഞങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബുകളെ നന്മയിലേക്ക് തിരിക്കണമേ. നീ ഹൃദയം മാറ്റിമറിക്കുന്നവനാണല്ലോ. അങ്ങനെ ഹൃദയത്തിന്റെ ശുദ്ധി വരുത്താൻ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد
وبارك وسلم عليه. ഇന്നും കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ. ഉള്ളിലേക്ക് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടമാണ് വിഷയം. ഖൽബ് ശരിയായാൽ നാവ് ശരിയാവും. ഖൽബ് ശരിയായാൽ നമ്മുടെ നാവ് ശരിയാവും. ഖൽബ് ശരിയായാൽ നമ്മുടെ നോട്ടം ശരിയാവും. ഖൽബ് നന്നായാൽ നമ്മുടെ പ്രവർത്തനം നന്നാവും. ഖൽബ് ശരിയായാൽ നമ്മുടെ പെരുമാറ്റം നന്നാവും. ഖൽബ് ശരിയായാൽ നമ്മുടെ സ്വഭാവം നന്നാവും. ഇത് ശരിയായിട്ടില്ലേ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെള്ളമായാൽ പോകും. മേക്കപ്പ് അങ്ങനെ കുഴപ്പമുണ്ട്. അത് വെള്ളം നനഞ്ഞാൽ പോകും. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മുഅ്തയുദ്ധം നടക്കുമ്പോഴാണ് മഹാന്മാരായ രണ്ട് സ്വഹാബിമാർ, മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു, രണ്ട് മഹത്തുക്കളായ സ്വഹാബിമാർ ഷഹീദായ യുദ്ധമാണ് മുഅ്ത യുദ്ധം. ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദാകുമ്പോൾ വയസ്സ് 33 ആണ്. വളരെ ചെറിയ പ്രായമാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മുസ്ലിമായി അവരെ ഖബറിലേക്ക് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു വിയോഗത്തിൽ ഇഹ്തസ്സ അർശുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അർശ് വിറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ വഫാത്തിൽ, സഅദ് ഇബ്നു ഉബാദ തങ്ങൾ വഫാത്താകുന്നത് ഉദ്ദേശം 23 വയസ്സുള്ളപ്പോഴാണ്. മുസ്ലിമായി 3 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ സഅദ് റളിയല്ലാഹു തആല അൻഹു. 3 കൊല്ലത്തിനിടക്ക് അർശ് വിറക്കുമാർ ഈമാൻ ഉണ്ടായിരുന്ന സ്വഹാബിമാർ. മാഷാ അല്ലാഹ്, ഭയങ്കര സംഭവമല്ലേ. നമ്മളൊക്കെ എത്ര കൊല്ലമായി മുസ്ലിമായി ജനിച്ചിട്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, യാ അബൂദർദാ, എന്തോ ഒരു നല്ല കണ്ണാണ് അബൂദർദാ നിങ്ങളുടെ മുഖത്തുള്ള കണ്ണ്. 60 വയസ്സ് കഴിഞ്ഞ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറയാ, നിഅമത് ഹാദിഹിൽ ഐനതാൻ അല്ലതാൻ റഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം കിട്ടിയ കണ്ണല്ല അബൂദർദാ നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ സ്വഹാബിയായിരുന്നല്ലോ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണല്ലേ. ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. വദിദ്നാ ലൗ റഅയ്നാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്ക് അല്ലാഹു മറച്ചു വെച്ചോ എന്നൊരു കാര്യം എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? നമുക്ക് ചിന്തിക്കൂല ചിലപ്പോൾ, നബി തങ്ങളൊക്കെ ജീവിച്ച കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? സ്വഹാബത്ത് ബദറിൽ ഇറങ്ങിയ പോലെ നമുക്ക് ഇറങ്ങാനുള്ള ഈമാൻ ഉണ്ടാവോ? നമുക്കത് പറ്റുമോ? ഞങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞങ്ങളെ ശത്രുക്കൾ ഇഞ്ചിഞ്ചായി ഞങ്ങളോട് വൈരാഗ്യം തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ശത്രുക്കൾ അതൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി കാണേണ്ടി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സഹോദര, നിങ്ങൾ ജനിക്കുമ്പോൾ ഇസ്ലാം നിങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം വീട്ടിൽ വാപ്പയും ജ്യേഷ്ഠനും അനിയനും ഉമ്മയും ഒക്കെ കാഫിർ. അങ്ങനെ കുഫറിനോട് പടപൊരുതി ജീവിച്ചവരാണ് ഞങ്ങൾ. നിങ്ങൾ ജനിച്ചപ്പോഴേ വാപ്പ മുസ്ലിം, ഉമ്മ മുസ്ലിം, ജ്യേഷ്ഠൻ മുസ്ലിം, അനിയൻ മുസ്ലിം, ഇങ്ങനെ ഇസ്ലാമല്ലാതെ മറ്റൊന്നും കാണാനില്ലാതെ ഒരു നല്ല വീട്ടിൽ ജനിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകിയില്ലേ? എന്നിട്ട് എന്തിനാണ് അല്ലാഹു നിങ്ങൾക്ക് മറച്ചു വെച്ച ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്? ഞങ്ങളൊക്കെ ചെയ്ത ആ ത്യാഗം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നോ? അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ ഗൗരവമുള്ളൊരു മറുപടിയാണത്. അവരൊക്കെ ചെയ്ത ഈമാൻ ഭയങ്കരമാണ്, ഭയങ്കര ഈമാൻ. ആടിനെ മേക്കാൻ വന്ന ഒരു സ്വഹാബി, ഒരു കറുത്ത ഒരു സ്വഹാബി, എന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്ന ഒരു കറുത്ത അടിമ എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബി. പേര് പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല. നിബിധങ്ങളും സ്വഹാബികളും ഒരു യുദ്ധത്തിനൊരുങ്ങുമ്പോഴാണ് അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് മുസ്ലിമാവണം. നിങ്ങൾ എന്തിനേക്കാണ് വിളിക്കുന്നത്? നിബിധങ്ങൾ പറഞ്ഞു, ഇലൽ ജന്ന
കലിമ ചൊല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി, വണങ്ങപ്പെടാനും സുജൂദ് ചെയ്യപ്പെടാനും അർഹനായി, ഒരു മനുഷ്യൻ ചെയ്യുന്ന പരമമായ ഇബാദത്തിന്റെ അർഹനായ ഒരേ ഒരുത്തൻ അല്ലാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല എന്ന് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ് കൽബ് കൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താണോ മനുഷ്യരോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹുവിൽ നിന്ന് മനുഷ്യർക്ക് പറഞ്ഞു തരുന്ന ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിമായി. ഞാനത് പറയട്ടെ നബിയെ? പറഞ്ഞോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. I testify there is no one worthy of worship except Allah wa ashhadu anna muhammadar rasulullah. And Muhammad sallallahu alaihi wasallam is his final messenger of Allah. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. നബിയെ എനിക്ക് യുദ്ധത്തിന് വരണം. പോരെ, നിനക്ക് സ്വർഗമുണ്ട്. സ്വഹാബത്തോട് ഒരുങ്ങി നിൽക്കുക. നബിയുടെ ടെന്റിലാണ്. അപ്പൊ നബിയുടെ ആടുകൾ ആരുടേതാ? ഇതൊരു ജൂതനായ മുതലാളിയുടെ. കൊണ്ടുപോയി ആക്കി കൊടുക്ക്, ജൂതനെ ഏൽപ്പിക്ക്. ഈ ആടുകളെ ഇവിടെ ഉപേക്ഷിച്ച് വരല്ലേ, നിനക്ക് ഉത്തരവാദിത്വം ചെയ്യാനുണ്ട്. നീ വിശ്വസ്തനായ ഒരു ജോലിക്കാരനാണ്, അതുകൊണ്ട് മുതലാളിയെ ഏൽപ്പിക്കുക ഈ ആടുകൾ. എന്നിട്ട് സമ്മതം വാങ്ങിയിട്ട് വാ. ഓടിച്ചെന്ന് ആടുകളെ കാക്കി കൊടുത്ത് ഓടി വന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ഷഹീദായി മരിക്കുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, ഒരു നിസ്കാരത്തിന് പോലും സമയമുണ്ടായില്ല. അങ്ങനെ വന്ന് ഷഹീദായി. ആ സ്വഹാബിയെ മറവ് ചെയ്തത് അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ദിവസത്തിന്റെ പകുതി കൊണ്ട് ഈമാൻ ലഭിക്കുക മാത്രമല്ല ഷഹാദത്തും കിട്ടി അല്ലാഹുവിലേക്ക് പോയ സ്വഹാബിമാർ. എന്തെന്നറിയോ? ഖൽബിന്റെ ഉള്ളിലേക്കാണ് ഈമാൻ കയറിയത്. ഖൽബിന്റെ ഉള്ളിലേക്കാണ് കയറി ചെല്ലുന്നത്. നാം കൊണ്ട് ഇങ്ങനെ വെറുതെ പറയല്ല, ഖൽബ് കൊണ്ട് പറയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമായിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ഈണവും രാഗവും വേണമോ വേണ്ടയോ ഫിഖഹിന്റെ ഉലമായിൽ ചർച്ചയുണ്ട്. മാലിക്കി മദ്ഹബിൽ രാഗം, മാലിക്കി മദ്ഹബിന്റെ ഉലമാവ് വേണ്ടെന്നാ പറഞ്ഞത്. വാങ്ക് പാട്ടായി കൊടുക്കണ്ട. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹുവില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വാക്കതല്ലേ, അത് നമ്മൾ പാട്ടായിട്ട് ഈണത്തിൽ പറഞ്ഞാൽ ഈ സാക്ഷ്യം വഹിക്കുന്ന ആ അർത്ഥം മനസ്സിൽ വരാതെ വരും. അതുകൊണ്ടാണ് മാലിക്കി ഇമാമിന്റെ മദ്ഹബിൽ അങ്ങനെ പറയാൻ കാരണം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുസ്ലിമീങ്ങളുടെ പ്രതിനിധി ഉറക്കെ വിളിച്ചു പറയാൻ ഇസ്ലാമിന്റെ സ്തംഭമായ, ഇസ്ലാമിന്റെ അടയാളമായ പള്ളിയുടെ മനാരത്തിലൂടെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതൊക്കെ ഉറങ്ങി വാങ്ങിക്കൊടുത്താൽ കിട്ടുമോ? കിട്ടൂല. അത് പാട്ടായിട്ട് പറഞ്ഞ ആ അർത്ഥം വരുമോ? വരുന്നില്ല. അതുകൊണ്ട് രാഗം വേണ്ട. സ്വഹാബത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്ങിനത് ഇല്ലായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റുക. നല്ല സൗണ്ടാണ്, പക്ഷേ ഇത് ഈണത്തിൽ നീട്ടി 10 മിനിറ്റ് കൊടുക്കുന്ന വാങ്ങൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലത്ത് കൊടുത്തിട്ടില്ല. എന്തെന്നറിയോ? അർത്ഥമറിഞ്ഞ വാക്കാണത്, അർത്ഥമറിഞ്ഞ വാങ്കാണത്. വെറുതെ എന്തായി പറയണതെന്ന് അറിയാതെ കൊടുക്കാൻ. അല്ലേ, പണ്ടൊരാൾ വാങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 3 മണിക്ക് അസർ. അല്ലേ, ഇവിടെ തന്നെ ഉണ്ടായത്. എല്ലാവരും ഓടി വന്നു എന്നറിഞ്ഞില്ലേ? എല്ലാവരും പറയുന്ന ഉറങ്ങണവരും മുഴുവൻ ചോറിച്ച് ഉറങ്ങണവരും മുഴുവൻ ഓടി വന്നു വാങ്ങ് കേട്ടിട്ട്. 3 മണിക്ക് അസറ, 4 മണിക്കുള്ള വാങ്ങിന് 1 മണിക്കൂർ നേരത്തെ മുക്രി കൊടുത്തത്. മുക്രിനെ പിരിച്ചുവിടാൻ വേണ്ടി വന്നതാ. എല്ലാവരും കത്തിങ്ങൾ പോലും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു വന്നിട്ട് വാങ്ങ് കൊടുക്കേണ്ട നേരെ നോക്കിയാൽ മനസ്സിലാവില്ലേ? 3 മണിക്ക് കൊടുക്കുന്ന 1 മണിക്കൂർ ഇഞ്ഞില്ല അസറാൻ കൊടുക്കാൻ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ജനിച്ചിട്ട് പള്ളിക്ക് വരാത്തവർ വരെ അന്ന് വന്നിട്ടുണ്ട് മുക്രിക്കാനെ ചോദ്യം ചെയ്യാൻ. മുക്രിക്ക് നിന്നിട്ട് പറഞ്ഞു, ഇതിനെ ഞാൻ കൊടുത്തത്. ഞാൻ 4 മണിക്ക് കൃത്യം കൊടുത്തിട്ട് നിങ്ങളാരും കാണില്ല. ഇപ്പോൾ 1 മണിക്കൂർ നേരെ കൃത്യം കൊടുത്ത പെങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലേ, അത് കാണാൻ വേണ്ടി കൊടുത്തത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല വളവാ മുക്രിക്കാണ്. സംഗതി വെച്ചതാണേ, ഉറക്കത്ത് വെച്ച് കൊടുത്തതാ. സുബ്ഹാനല്ലാഹ്. അപ്പോ വാങ്കിലൊക്കെ നമ്മൾ ആ വിളിച്ചു പറയുന്ന വാക്കൊക്കെ ഉണ്ടല്ലോ, ഖൽബിൽ തട്ടി പറയേണ്ട വാക്കുകളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹ് ഏറ്റവും വലിയവനാണ്. ഇതൊക്കെ ഖൽബ് കണ്ട് കയറിയാൽ അതിലൊരു എനർജി കിട്ടാനുണ്ട്. ആ എനർജിയാണ് സ്വഹാബത്തിനെ ഡ്രൈവ് ചെയ്തത്, ഈ ഷഹാദത്തിലേക്ക് കൊണ്ടുപോയത്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ